നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോരത്ത് താമരശ്ശേരി, കട്ടിപ്പാറ, ഓമശ്ശേരി, കൊടുവള്ളി, കോടഞ്ചേരി, പുതുപ്പാടി ഇത്രയും പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ദുർഗന്ധം കൊടുക്കുന്ന, എല്ലാ സമയത്തും മൂക്ക് പൊത്തി നടക്കേണ്ട, ഞാൻ തന്നെ അവിടെ പോയി ഇപ്പോഴും എൻ്റെ മൂക്കിലേക്ക് ഇടയ്ക്കിടെ ആ ദുർഗന്ധം കയറി വരുന്നുണ്ട്. അവരുടെ കുടിവെള്ളം, ശുദ്ധജലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇരുതുള്ളി പുഴയെ മലിനീകരിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനി അടച്ചുപൂട്ടാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശം കൊടുത്തു, ഉത്തരവ് കൊടുത്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. അതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളെയൊക്കെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കണം എന്നും ഞാൻ ആദ്യം കരുതിയിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ആദ്യം എൻ്റെ ഒരു ധാരണ, ഇന്നലെ മെനയാന്ന് തൊട്ട് 3 ദിവസമായിട്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഈ സ്റ്റോപ്പ് മെമ്മോ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്നത്. ഈ നിമിഷം വരെ കട്ടിപ്പാറ ഇതിന് കൃത്യമായ അധികാരമുള്ള തൊട്ടടുത്തുള്ള ഈ സ്ഥാപനം നിൽക്കുന്ന കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇതുവരെ ഇത് സ്റ്റോപ്പ് മെമ്മോയോ അല്ലെങ്കിൽ നിർത്താനോ താൽക്കാലികമായ സ്റ്റോപ്പ് മെമ്മോ പോലും കൊടുത്തുകൊണ്ട് ഒരു ഉത്തരവ് പോലും ഇറക്കിയില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട MLA ആ നിർദ്ദേശം കൊടുത്തു, ഇപ്പോൾ പൂട്ടു എന്ന് പറഞ്ഞിട്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത്, ഇന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഞാൻ എൻ്റെ വായനയിൽ തെറ്റുണ്ടെങ്കിൽ ആളുകൾക്ക് തിരുത്താം. ക്ലോഷർ ഓർഡർ, ആദ്യം അതിൻ്റെ ഒന്ന്, ഇഷ്യൂയിങ് ക്ലോഷർ ഓർഡർ ടു മെസ്സേജ് ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. റെഫറൻസ് 3 റെഫറൻസ് കൊടുത്തിരിക്കുന്നു. അതിൽ ഒന്ന്, റിപ്പീറ്റഡ് കംപ്ലയിൻറ്റ് റിഗാർഡിംഗ് പൊല്യൂഷൻ ഇഷ്യൂസ് ഫ്രം ദി യൂണിറ്റ്. തുടർച്ചയായ പരാതികളാണ് ഇതേക്കുറിച്ച് വന്നിരിക്കുന്ന ഒന്നാമത്തെ റെഫറൻസ്. രണ്ടാമത്തെ റെഫറൻസ്, ഡയറക്ഷൻ അണ്ടർ എൻവറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഓഫ് ഈവൻ നമ്പർ ഡേറ്റഡ് 10/12/2024 ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാണ്. ഇത് മലിനീകരണമൊക്കെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഉത്തരവാണ്. മൂന്നാമത്തത് കൺസെൻറ്റ് നമ്പർ, അത് പറഞ്ഞുകൊണ്ട് അത് വലിയ നമ്പറാണ്. അത് ഇഷ്യൂഡ് ഓൺ 7th May 2025. ഈ 3 റെഫറൻസ് വെച്ചുകൊണ്ടാണ് ഉത്തരവ്. ഇനി നമുക്കതിൻ്റെ ഉത്തരവിൽ ഓരോ ഭാഗവും ഞാൻ പതുക്കെ വായിക്കാം. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവല്ല, അതിന് പകരം വന്നിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ്റെതായിട്ട് ഒരു ഉത്തരവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ റെഫറൻസ് കഴിഞ്ഞിട്ട് ഉത്തരവ് വായിക്കാം. വെറസ് മെസ്സേജ് ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിയർ സിൽവർ സാൻഡ് ക്രഷർ എറൂഡ് അമ്പായത്തോട് താമരശ്ശേരി ഹിയർ ഇൻ ആഫ്റ്റർ റെഫേർഡ് ആസ് എ യൂണിറ്റ് കംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ദി വാട്ടർ പ്രിവെൻഷൻ ആൻഡ് Control of Pollutions Act 1974, AR Prevention and Control of Pollution Act 1981 and 2 Amendments and Environmental Protection Act 1986. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ, അതായത് വിശദീകരിക്കാൻ കാര്യമൊന്നുമില്ല. ഈ തരത്തിലുള്ള ഈ മെസ്സേജ്, ഈ കമ്പനി ഫ്രഷ് കട്ട് കമ്പനി ഈ 2 ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. Whereas the board had issued consent to operate with specific conditions and you are bound to comply with the conditions stated therein. ഞങ്ങൾ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രവർത്തനാനുമതി തന്നത്. അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ പാലിക്കാൻ നിങ്ങൾ ഉത്തരവാദികളാണ് പറയുന്നു. എന്നിട്ട് പറയുന്നു, whereas the board had received several complaints against pollution issues from the unit. ഈ ഫ്രഷ് കട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അടുത്തത്, whereas in the light of the violations noticed by the board, environmental compensations was levied on you wide reference number 2. ഇതിൽ പറയുന്ന റെഫറൻസ് നമ്പർ 2, അതായത് 10/12/2024 നിങ്ങൾ ചില വയലേഷൻസ് നടത്തി, അന്ന് നടത്തിയ 2024 ചില വയലേഷൻസ് നടത്തിയത്, അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങളോട് ഈ കമ്പനി ആ പരിഹാരങ്ങൾ നടത്തണം. അതായത് മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് ഈ കമ്പനിയോട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇനി whereas the board came to know that the residents are still much affected and agitated due to the flow of waste to their residential area from the unit. വളരെ ശ്രദ്ധിക്കണം. whereas the board came to know, അറിയാൻ, ഞാൻ മനസ്സിലാക്കിയ ഇംഗ്ലീഷ്, അതിൻ്റെ മലയാളം തെറ്റുണ്ടെ തിരുത്താം. the board came to know, ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അറിയാനിട വന്നു. അവരറിഞ്ഞിട്ടില്ല. അവർ നേരിട്ട് പോയി പരിശോധിച്ചിട്ടുള്ള തെളിവുകളോ ഈ ഇരുതുള്ളിപ്പുഴയിലെ വെള്ളം പരിശോധിക്കുകയോ ഈ കമ്പനിക്ക് സമീപത്ത് അല്ലെങ്കിൽ ഇരുതുള്ളിപ്പുഴയിലേക്ക് പോകുന്ന നീർച്ചാലിലെ വെള്ളം എടുത്ത് പരിശോധിക്കുകയോ
ഇതിൻ്റെ തൊട്ടടുത്തുള്ള മണ്ണെടുത്ത് പരിശോധിക്കുകയോ അല്ലെങ്കിൽ പുക പരിശോധിക്കുകയോ അങ്ങനെ ഒരു അല്ലെ കിണറിലെ വെള്ളം പരിശോധിച്ച റിപ്പോർട്ടൊന്നുമില്ല. ഞങ്ങൾ ആൾക്കാർ പറഞ്ഞ് അറിയുന്നുണ്ട്, അതായത് ഇവിടെ മലിനീകരണമുണ്ട്, ധാരാളം പരാതികളും ഞങ്ങൾക്ക് വരുന്നുണ്ട്. ആയിക്കോട്ടെ, ആ പരാതികൾ വന്നിട്ട് എന്താ ചെയ്തത്? ആൻഡ് വേറസ് റിക്കറിംഗ് പബ്ലിക് കംപ്ലയിൻറ്റ്സ് ആർ സ്റ്റിൽ ബീയിങ് റിസീവ്ഡ്. പൊതുജനങ്ങളുടെ പരാതി ഇപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതും ശരി, ആയിക്കോട്ടെ, പരാതി കിട്ടട്ടെ. എന്നിട്ട് എന്താ വന്നത് അവസാനം? Now therefore, in view of above and exercising the powers conferred under section 33A of 33A of Water Prevention and Control of Pollution Act 1974 and as per the section 31A of the Air Prevention and Control of Pollution Act 1981 and amendments, the unit Messrs Freshcut Organic Products Private Limited near Silver Sand Crusher, Erode, Ambayatod, Tamarasheri is hereby directed to completely stop all the activities and close down the unit with immediate effect. അതുകൊണ്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ ജനങ്ങളിൽ നിന്ന് പരാതി ഇപ്പോഴും ലഭിക്കുകയാണ്. നിങ്ങളിപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ അടച്ചു പൂട്ടണം. ഈ ഉത്തരവ് ഈ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് എന്ത് വിലയാണ് ഉത്തരവിനുള്ളത്? ഏതെങ്കിലും ഒരു കോടതിയിൽ പോയാൽ എവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എങ്ങനെ അത് അടച്ചിടാൻ ഉത്തരവ് കൊടുക്കുന്നത്? അവർക്ക് ബോധ്യപ്പെട്ടോ? ഇല്ല. അവരേതെങ്കിലും പരിശോധന നടത്തി ഈ അടുത്ത ദിവസങ്ങളിൽ വെള്ളം കയറിയത് അവർ നേരിട്ട് കണ്ടോ? ഇല്ല. 2 ദിവസം മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ വന്നിട്ട് അതിവിടെ കോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു, വെള്ളം ഞങ്ങൾ പരിശോധിച്ചു, വെള്ളത്തിൻ്റെ അളവിൽ ഇത്രയും ഇന്ന മാലിന്യങ്ങളുണ്ട്, ഞങ്ങൾ നേരിട്ട് പരിശോധിച്ചു, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, ബോധ്യപ്പെട്ടു. അതൊന്നുമില്ല. ആൾക്കാരുടെ പരാതി. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ഒരു മലിനീകരണ അല്ലെങ്കിൽ ഇത്രയും ഒരു ഗൗരവമായിട്ട് 60 മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇത് അടച്ചു പൂട്ടുന്ന സമയത്ത്, അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ട തെളിവുകൾ ഹാജരാക്കണ്ടേ? വെള്ളത്തിൻ്റെ, അവിടുത്തെ വായുവിൻ്റെ, കിണറുകളിലെ വെള്ളം, ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റുമുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ, ഈ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിയമസഭാ സമിതി അന്വേഷിച്ച് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് എന്ത് കണ്ടു, അവർ നേരിട്ട് ഒന്നുമില്ലാതെ വെറുതെ ഒരു വാറോല ആർക്കോ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കഷ്ടകാലത്തിൽ ചെയ്തു പോയി. അപ്പോൾ ഇതാകെ പ്രതിസന്ധിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇറക്കണം. നിയമപരമായിട്ട് ഇറക്കാൻ കഴിയാതിരുന്ന സമയത്ത് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ഈ കൊടുത്തിരിക്കുന്ന MLA സ്റ്റോപ്പ് എമ്മോ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ആ സാധനം പുറത്തിറങ്ങിയിട്ടില്ല. വകുപ്പ് ആരാ ഭരിക്കുന്നുണ്ട്? ഷാജി സാഹിബാണ്. ഷാജി സാഹിബിൻ്റെ വകുപ്പാണ്. ബാക്കിയൊക്കെ ജനങ്ങൾക്കും നാട്ടുകാർക്കും അറിയാം. പിന്നെ ഒരു മന്ത്രി നമ്മുടെ സിദ്ദിഖ് സാഹിബാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാം, എവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിൻ്റെ അടുത്തുനിന്ന് ഒരു ഉത്തരം വരിക, കാരണം നിയമപരമായിട്ട് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, അല്ലെങ്കിൽ കമ്പനിയുടെ നിലവിലുള്ള സംവിധാനങ്ങളെ തടയാൻ ചില നടപടിക്രമങ്ങൾ ചെയ്യാതെ അയാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഉത്തരവിറക്കാൻ കഴിയില്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനും അറിയാം ഇങ്ങനെ ഒരു ഉത്തരവ് അയാൾക്ക് ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ വാറോല. ഇതിലെങ്ങനെയാണ് ഉത്തരവ് കൊടുക്കുക? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി പൂട്ടണമെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കണം. നാട്ടുകാർ സലീം അടവൂർ ഒരു പരാതി എഴുതി കൊടുക്കുമ്പോൾ കമ്പനി പൂട്ടാൻ ഉത്തരവിടാൻ പറ്റുമോ? അങ്ങനെ ഉത്തരവിട്ടാൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേ തുറക്കാൻ ഹൈക്കോടതി കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രകടനം നടത്തുക ചെയ്യുന്നതൊക്കെ നല്ലതാണ്, സന്തോഷം. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിൻ്റെ മലിനീകരണം എന്നെ തെറി വിളിച്ച എത്രയോ ആളുകൾ ഞാൻ കണ്ടു. പലരും വോയിസുകളൊക്കെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വോയിസ് ആയിട്ട് എന്നെ തെറി വിളിക്കുന്നു. സന്തോഷം, അതിനൊന്നും കുഴപ്പമില്ല, എനിക്ക് യാതൊരു വിരോധവുമില്ല. നിങ്ങളുടെ സന്തോഷം നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ കീറക്കടലാസത്തിന്, ഈ വാറോലക്ക് ഒരു വിലയില്ല. തന്നെയുമല്ല, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതികളൊക്കെ തന്നെ ഏറ്റവും ശക്തമായി ഏറ്റവും അവസാനം മെനയാന്ന് സൈതലവി എന്ന് പറയുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ തിരുവമ്പാടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ഗൗരവമായി കലക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്, കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് അതിൽ കൃത്യമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതൊന്നും കൃത്യമായി കോട്ട് ചെയ്തിട്ടില്ല. ഹൈക്കോടതിയിലെ കേസിനെ കുറിച്ച് കോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഭാഗത്ത് കേസ് നടക്കുന്നു, ഒരു ഭാഗത്ത് ആളുകളുടെ പരാതികൾ നിരന്തരമായി പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് അടിച്ചുപൂട്ടാൻ പറയുന്ന സമയത്ത് തെളിവ് വേണം. അങ്ങനെ തെളിവില്ലാതെ ഒരു കോടതിയിലും നിലനിൽക്കാത്ത, ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഏത് കോടതിയിൽ പോയാലും നമ്മുടെ ഫ്രഷ് കട്ട് കമ്പനിക്ക് തള്ളിക്കാൻ പറ്റുന്ന ആ പാവം മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാന് ഒരു പക്ഷേ ഇതിനെ നഷ്ടം കൊടുക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള
ഒരു വാറോലയാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ചവറ്റുകൊട്ടയിലേക്ക് ഇടുക എന്നല്ലാതെ ഈ ഉത്തരവ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ വളരെ വെല്ലുവിളിച്ച് പറയുന്നു. ഞാൻ എത്രയെങ്കിലും പറഞ്ഞിട്ട് തെറ്റിപ്പോയി എന്ന് വേണ്ട. ഒരു 10 ദിവസം, പരമാവധി ഒരു മാസത്തിലധികം ഈ വാറോലക്ക് ഒരു നിലനിൽപ്പുണ്ടാവില്ല. ആ ഉത്തരവ് നിലനിൽക്കാൻ പോകുന്നില്ല. ആരും എന്നോട് വെറുപ്പ് വിചാരിക്കേണ്ട. ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പറയാം, നിലനിൽക്കും, നോക്കാം, നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, നമുക്ക് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.